IPC. സൂപ്പർ ആയിട്ടുള്ള ഹാക്ക് ആണ് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഇത് തേച്ചിട്ട് നാളെ ഈ സൂപ്പ് തേച്ച് കുളിക്കാം. ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ സോപ്പ് ഹാക്സ്. അപ്പൊ ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പൊ ആരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പിൻ ചെയ്ത് വിടുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെ എന്താ പറയാ, അപ്പൊ നല്ല മഴയാണ്, ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ്. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പോൾ ഇതൊക്കെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഹാക്സ് ആണ്. അത് ചാലഞ്ച് എന്താ ഞാൻ അവസാനം പറഞ്ഞുതരാം. പിന്നെ എന്താ പറയാ, ഭയങ്കര കളർഫുള്ളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാക്സ് ആണ്. അപ്പൊ എല്ലാവരും കാണാൻ നമുക്ക് ഇതൊക്കെ വർക്ക്ഔട്ട് ആവും ഇല്ലെന്ന് നമുക്ക് ഒരുമിച്ച് ടെസ്റ്റ് ചെയ്താക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്കില് നമ്മൾ ഡോണറ്റ് സോപ്പാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഡോണറ്റ് എല്ലാവർക്കും അറിയാലോ, നമ്മൾ ബണ്ണ് പോലെ ഇരിക്കുന്നത്, ആ മുകളിലൊരു കളർ ബാക്കിലൊരു കളർ ആയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ളത്. അപ്പൊ ഇവർ ആദ്യം എന്താ ചെയ്യുന്ന മൗൾഡ് എടുത്തേക്കാണ്. അതിലേക്ക് അവർ ഇങ്ങനെ കുറെ ഇങ്ങനെ മുത്തുകൾ പോലെ ഇട്ട് കൊടുത്തേക്കാണ്. അതിനുശേഷം അതിന്റെ മുകളിലേക്ക് അവരിങ്ങനെ ഒരു സോപ്പ് ബേസ് ഒഴിച്ചു കൊടുക്കണം, ഓറഞ്ച് കളർ. അതിന്റെ ശേഷം വൈറ്റ് കളറിലെ സോപ്പ് ബേസ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം തണുക്കുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ അടിപൊളി ഡോണറ്റ് സോപ്പ്. ചിലപ്പോൾ നമ്മളിങ്ങനെ പ്ലേറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അറിയേണ്ട ആൾക്കാരെടുത്ത് തിന്നു പോകും. അത്ര അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇത് ഹാക്ക് നോക്കോട്ടോ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ മോൾഡ് എന്ന് പറയുന്നത്. നമ്മുടെ പാറുവിന് ഇവിടെയും കളിപ്പാട്ടാണ്, കളിക്കുന്ന ഒരു പാത്രമാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഫെവിക്കോളിന്റെ ചെറിയ ഫെവിക്കോളിന്റെ ആ മുകളിലെ മൂടിയില്ലേ, അതാണ് വെച്ചു കൊടുത്തേട്ടാ ഓട്ടയ്ക്ക് പകരം. അല്ല നമ്മുടെ കയ്യിൽ മോൾഡ് ഒന്നുമില്ല. അപ്പൊ മോൾഡ് ഇല്ലാത്തവർക്ക് ഉണ്ടാക്കണ്ടേ. അപ്പൊ നമ്മൾ അക്രൈലിക് പെയിന്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. വേറെ പെയിന്റ് ഒന്നും ഇതിനു വേണ്ടി മേടിച്ചത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നതിന്. അപ്പൊ ഇതാണ് നമ്മുടെ ഡോണറ്റ് വന്നേക്കുന്നത്. നല്ല സൂപ്പർ ആയിട്ട് ശരിക്കും ഡോണറ്റ് പോലെ തോന്നുള്ളൂ. നല്ല കളർഫുൾ ആയിട്ട്. പിന്നെ ഞാനിത് ഇന്നലെ രാത്രി 12 മണിക്ക് ഉണ്ടാക്കി വെച്ചതാണ്. അത് കാരണം ഇപ്പൊ മഴയൊക്കെ ആയി കാരണം ആ ഒരു നനവ് തട്ടിയിട്ട് ഇപ്പൊ സോപ്പൊക്കെ നല്ലോണം സോപ്പ് പതഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് സൂപ്പർ ആയിട്ടുള്ള ഹാക്കാണ് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഇത് തേച്ചിട്ട് നാളെ ഈ സോപ്പ് തേച്ച് കുളിക്കാം. അപ്പൊ അടിപൊളി ഹാക്ക് കേട്ടാ. നമുക്ക് 10ൽ 10 മാർക്ക് കൊടുക്കാം. അവര് പറഞ്ഞ പോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഊരിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് പെട്ടെന്ന് ആയി കിട്ടും. ഈ സോപ്പ് ആവാൻ വേണ്ടി അധികം നേരമൊന്നുമില്ല കേട്ടോ. അപ്പൊ എന്താ പറയാ, ഒരു കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് ഒരു അര മിനിറ്റ് കൊണ്ടൊക്കെ സോപ്പ് പെട്ടെന്ന് ഫ്രീസ് ആയി പോവും, കട്ട് ചെയ്ത് വരും കേട്ടോ. അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ചെയ്യണം. പിന്നെ നമ്മൾ അവനിൽ വെച്ചിട്ടാണ് ഇത് മെൽറ്റ് ചെയ്തെടുത്തത്. നിങ്ങൾ നല്ല തിളച്ച വെള്ളത്തിൽ ഇതിന്റെ ആ പാത്രം വെച്ചാലും മതി, അത് ഉരുക്കിപ്പോരും. അപ്പൊ എന്താ പറയാനുള്ള അതിന്റെ റേറ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ 10ൽ 10 മാർക്ക് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്കിൽ നമ്മളൊരു അടിപൊളി സോപ്പ് ഉണ്ടാക്കണം. അപ്പൊ ഇതൊരു തണ്ണിമത്തം പോലത്തെ സോപ്പ്, വാട്ടർമെലൺ പോലത്തെ സോപ്പ് ഉണ്ടാക്കണം. അപ്പൊ ആദ്യം അവരൊരു മോൾഡ് എടുത്തേക്കാണ്. അതിന്റെ സൈഡിലായിട്ട് ഒരു പാത്രം വെച്ചിട്ട് സൈഡിൽ കൂടെ അവര് പച്ച കളറിൽ ഒഴിച്ചു കൊടുക്കണം സോപ്പ് ബേസ്. അതിനുശേഷം അവര് വേറൊരു പാത്രം വെച്ചിട്ട് വെള്ള കളറിൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിന്റെ ഉള്ളിലായിട്ട് അവര് റെഡ് കളറിലെ സോപ്പ് ബേസിലേക്ക് കുറെ ഇങ്ങനെ കറുത്തുള്ള മണികൾ ഇട്ട് കൊടുക്കണം. അപ്പൊ നല്ലൊരു തണ്ണിമത്തം പോലെ ഇരിക്കിട്ട് കണ്ട ശരിക്കും എടുത്ത് തിന്നാൻ തോന്നുന്നു. അപ്പൊ ഇത് ഹാക്ക് നോക്കോട്ടോ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ വാട്ടർമെലൺ സോപ്പ്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ വാട്ടർമെലൺ നിങ്ങൾ സംശയിച്ചു പോയിട്ടുണ്ടാവും, എനിക്കറിയാം. അത് വളരെ മനോഹരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാകെ നനഞ്ഞ് നിർപ്പം തട്ടി തുടങ്ങിട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു പേപ്പറിലേക്ക് നമുക്കിത് മാറ്റാം. അപ്പൊ എന്താ പറയാ, നമ്മളൊരു പ്ലേറ്റിൽ തന്നെയാണ് ഉണ്ടാക്കിയത്, അല്ലാണ്ട് നമ്മുടെ കയ്യിൽ മൗൾഡൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് പ്ലേറ്റിൽ തന്നെ ഉണ്ടാക്കിയത്. പാടാ എന്താ വരാത്തെ, നമുക്ക് കത്തി വെച്ചിട്ട് നോക്കാം. വാവ്, ബ്യൂട്ടിഫുൾ, സൂപ്പർ ആയിട്ട് തന്നെ വന്നിട്ട് നല്ല ഈസി ആയിട്ട് അടിപൊളി. നമ്മുടെ വാട്ടർമെലൺ നോക്കിയാൽ നിങ്ങൾ കുറച്ച് വെള്ള കളർ കൂടിയോ എനിക്ക് സംശയം. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്ലാസ്റ്റിക്കിന്റെ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു, ഒഴിച്ചൊഴിക്കാൻ നിങ്ങൾ നീങ്ങി. അപ്പൊ ഉണ്ടായൊരു പ്രശ്നമാണ്. എന്നാലും നല്ല അടിപൊളി കിടിലനായിട്ട് അവർ പറഞ്ഞ പോലെ വന്നിട്ട് നോക്കിയാൽ നമ്മുടെ എന്താ പറയാ കടുകാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടാ. അപ്പൊ സൂപ്പർ. ഇത് തേച്ച് കുളിക്കുമ്പോൾ നമ്മുടെ കടുകൊക്കെ വന്നു വരും. നല്ല സൂപ്പർ ആയിട്ട്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാട്ടാ. ഈശ്വര, അതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ ഒരു പീസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആരെങ്കിലും ഒക്കെ ഒന്നും അറിയാണ്ട് എടുത്ത് തിന്നും. ഇതാണൊരു പ്രശ്നം. ശരിക്കും പ്രാങ്കിനൊക്കെ പറ്റിയ നോക്കിയാ ഞാൻ തിന്നാൻ പോകട്ടാ. എവിടെ അസുഖം എനിക്ക് മനസ്സിലായി, ആർത്തി മൂത്ത് പ്രാന്തായതാണ്. അപ്പൊ ഇതാണ് നല്ല കിടിലനായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. 10ൽ 10 മാർക്ക്, എത്ര മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അത്രയും സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ വാട്ടർമെലൺ സോപ്പ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാട്ടാ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം.
നെക്സ്റ്റ് ഹാക്കിൽ നമ്മളൊരു ബുൾസൈ സോപ്പ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ബുൾസൈ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പൊ ആദ്യം അവരൊരു അലുമിനിയം ഫോയിൽ ഒരു ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു പാനിലേക്കാണ് കേട്ടോ അവര് നമ്മുടെ വൈറ്റ് കളർ സോപ്പ് ബേസ് വെച്ച് കൊടുക്കണം. അതിനുശേഷം അതിന്റെ മുകളിലേക്ക് മഞ്ഞ കളർ നമ്മുടെ ഉണ്ണീനെ നമ്മള് ഇങ്ങനെ വേറൊരു മോളിലുണ്ടാക്കിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാണ്. അപ്പൊ നല്ല അടിപൊളി ഒരു ബുൾസൈ ആണ്. ഇതൊക്കെ അറിയാണ്ട് നമ്മൾ പ്ലേറ്റിൽ വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പറയേണ്ടത് ദീപികയാണെങ്കിൽ എന്തെങ്കിലും എടുത്തുന്നുണ്ടാവും. അപ്പൊ ഹാക്ക് വർക്കൗട്ട് ആവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇത് ബുൾസൈ ആണോ അതോ ശരിക്കും സോപ്പാണോ? ശരിക്കും നിങ്ങൾ തന്നെ പറയുന്നത് ബുൾസൈ ആണോ സോപ്പാണോ? ശരിക്കും കണ്ട നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവില്ല. ഇത് എന്ത് സംഭവം? ഇത് സോപ്പാണത്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വഴുക്കണ് മൊത്തം സോപ്പിന്റെ സ്വഭാവം കാണിക്കാണ്ടിരിക്കണ്ട. നല്ല വഴുക്കലായി ഇത്. ശരിക്കും നനവ് തട്ടിയിട്ട് അടിപൊളിയില്. ഇതൊക്കെ നമ്മൾ ശരിക്കും പ്ലേറ്റിൽ വെച്ചിട്ട് പാറുവിനെ അങ്ങനെ കൊണ്ടുപോയിട്ട് അവളത് മുഴുവൻ തിന്നവർക്ക് ഇതിൽ മിളകോടി കൂടി ഇട്ട് തരാൻ പറഞ്ഞിട്ട് എന്തോ എങ്ങനെ അത്ര അടിപൊളിയുണ്ട്. അപ്പൊ ഈ ഹാക്കൊക്കെ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നമ്മള് നമ്മുടെ ബോൾ ഐസ് ഉണ്ടാവില്ലേ അതിന്റെ ആ മൂടിയിലാണ് നമ്മൾ ഈ ബുൾസൈഡ് ഉണ്ണി ഉണ്ടാക്കി കൊടുത്തത് ഉണ്ടാക്കിയത്. അപ്പൊ ഇത് സൂപ്പർ ഹാക്കാണ്. 10 മാർക്ക് കൊടുക്കുക. അപ്പൊ എല്ലാം ട്രൈ ചെയ്തൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മള് അലുമിനിയം ഫോയിൽ അതിൽ വെച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടാവില്ല, ജസ്റ്റ് അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സക്സസ്ഫുൾ ഹാക്കാണ്. എല്ലാം ട്രൈ ചെയ്തൊക്കെ. അത് നമുക്ക് നെക്സ്റ്റ് ഹാക്കിൽ പോവാം. നെക്സ്റ്റ് ഹാക്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള സോപ്പ് ഉണ്ടാക്കണം. അപ്പൊ ആദ്യം ഒരു ബോക്സ് പോലെ എടുത്തേക്കാണ് ഒരു മോൾഡ്. അതിന്റെ അടിയിൽ ഒരു ലെയർ അവർ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അത് ഒരു സാധനത്തിപ്പം കയറ്റി വെച്ചു. ഒന്ന് ചെരിച്ച് വെച്ചിട്ട് ഒരു ലെയർ ഒഴിച്ചു. പിന്നെ ഒന്ന് ചെരിച്ചിട്ട് ഇപ്പുറത്തെ ലെയർ ഒഴിച്ചു. അതിനുശേഷം നേരെ വെച്ചിട്ട് അടുത്തൊരു വൈറ്റ് ലെയർ കൊടുക്കണം. അപ്പൊ എല്ലാം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ നല്ല രസമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള സോപ്പ് നമുക്ക് കിട്ടണം. അപ്പൊ ഒരു ഹാക്ക് വർക്കൗട്ട് ആവും. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ എന്താ പറയുക കളർഫുൾ ആയിട്ടുള്ള സോപ്പ്. നമ്മൾ ആ സ്ക്വയറിന്റെ മോൾഡിൽ ഉണ്ടാക്കി. നമ്മുടെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മൾ ഒരു വട്ടത്തിൽ ഒരു പാത്രത്തിൽ ഉണ്ടാക്കിയത്. അപ്പൊ നമുക്കിത് എങ്ങനെയുണ്ട് നോക്കിയേക്കാം. വാവ് ബ്യൂട്ടിഫുൾ. ഈ ഒരു സോപ്പ് കാണുന്ന എനിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ ഒന്ന് നോക്കൂ. സൂപ്പർ ആയിട്ടില്ല. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇത് അടിയിൽ ഓറഞ്ച്, പിന്നെ ഈ ഒരു സൈഡില് പച്ച, ഈ ഒരു സൈഡില് പിങ്ക്, ഈ ഏറ്റവും അടിഭാഗത്തായിട്ട് വെള്ളം, അങ്ങനെ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ ഈ സോപ്പ് നമുക്ക് മുറിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാം. അവരിങ്ങനെ മുറിച്ചിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. സാധാരണ ഈ തണുപ്പുള്ള ദിവസങ്ങളായിരിക്കും നമുക്ക് കുളിക്കാൻ തോന്നാറില്ല. പക്ഷെ ഇങ്ങനത്തെ സോപ്പ് നമ്മൾ കുളിമുറിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഇന്ന് കുളിക്കണം അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് ഉണ്ടാവും. അപ്പൊ അതിന് പറ്റിയ സോപ്പാണ്. അപ്പൊ നമുക്കിത് നല്ല ഷേപ്പിൽ മുറിച്ചേക്കാം. എനിക്ക് തോന്നുന്നു ഇനി തൊട്ട് പാറും ചുറ്റിക്ക് ഫുൾ ടൈം കുളിയാൻ തോന്നുന്നു ഈ സോപ്പ് തേച്ച് കുളിക്കാൻ. പിന്നെ ഒരു കാര്യം എനിക്ക് സംശയമുള്ള എന്താ വെച്ചാൽ നമ്മൾ അക്രലിക് പെയിന്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ അക്രലിക് പെയിന്റ് ആകുമ്പോൾ ഈ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ നമ്മുടെ മേലെ നിൽക്കുന്ന ഒരു സംശയമുണ്ടാവും. ഓ ഇതെന്ത് സംഭവം? ഇത് കേക്കാണോ, ഇത് ബർഫിയാണോ, എന്ത് അങ്ങ് കടിച്ച് തന്നെ സൂപ്പർ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാണ് വരുന്നത് ഇങ്ങനത്തെ ഹാക്ക് ചെയ്യുമ്പോൾ. അപ്പൊ നിങ്ങൾ ഈ ഹാക്കൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. മാക്സിമം നിങ്ങൾ കാണണം കേട്ടോ. എല്ലാവരും കണ്ടോക്കണം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം പറ്റുകയാണെങ്കിൽ. എന്താ പറയാ, ഇതിന് നമ്മൾ വളരെ കഷ്ടപ്പിടിച്ച് ഇതുള്ള ഹാക്സ് ആണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ 10 മാർക്ക് കൊടുത്തു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ഹാക്കിൽ നമ്മള് ഈ നമ്മുടെ സോപ്പിനെ കൊണ്ടിട്ട് മൈക്രോവേവ് അവനിൽ വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇവരിങ്ങനെ വെച്ച് കഴിയുമ്പോൾ നല്ലൊരു ക്ലൗഡ് പോലത്തെ ഒരു സോപ്പായിട്ട് വരുന്നത്. ഇവരെന്തൊരു ഐവറി സോപ്പ് യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറൊരു ഹാക്കിൽ ഞാൻ കണ്ടപ്പോൾ ഇതില് ഐവറി സോപ്പ് ഒന്നും എഴുതിയിട്ടില്ല. വെറുതെ അവര് അവനിൽ വെച്ചിട്ട് നല്ല ക്ലൗഡ് പോലെ വരുന്നത്. അപ്പൊ ഒരു ഹാക്ക് വർക്കൗട്ടോ. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഈ ഒരു സോപ്പാണ് നമ്മൾ ഇന്ന് അവനിൽ വെച്ചിട്ട് ചൂടാക്കാൻ പോണത്. എങ്ങനെ ഉണ്ടാവും നോക്കിയിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ക്ലൗഡ് സോപ്പ് വന്നെങ്കിൽ. അപ്പൊ നമ്മൾ ലൈഫ് ബോയ് സോപ്പാണ് എടുത്തത് കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിൽ വേറെ ഐവറി സോപ്പ് അങ്ങനെ സോപ്പൊന്നുമില്ല. പിന്നെ വെള്ള കളർ വേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ലെക്സ് നോക്കിയിട്ട് കാണാനില്ല, അതൊക്കെ തീർന്നു തോന്നുന്നുണ്ട്. അപ്പൊ ഈ സോപ്പാണ് നമുക്ക് കിട്ടിയത് വെള്ള കളറുള്ളത്. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ പോലെ ഇങ്ങനെ പൊന്തിയൊക്കെ വന്നിട്ട് നോക്കിയാൽ ക്ലൗഡ് പോലെയൊക്കെ വന്നിട്ടുണ്ട് കണ്ട. സംഭവമൊക്കെ സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ പാത്രത്തിൽ വെച്ചോണ്ടാന്ന് തോന്നുന്നുണ്ട്. ഇവർക്ക് അങ്ങോട്ട് വീർത്തായിട്ട് പോകാൻ പറ്റില്ല. എന്നാലും കറക്റ്റ് ആയിട്ട് വന്നു. അപ്പൊ ഞാനൊരു 1.5 മിനിറ്റാണ് വെച്ചത് കേട്ടോ. റീഹീറ്റ് തന്നെയാണ് വെച്ചത്. അപ്പൊ 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇത് ഇങ്ങനെ പൊന്തി വന്നിട്ട് കുറച്ച് നേരം കൂടി വെച്ചിട്ട് നല്ലോണം പൊന്തി തോന്നുന്നു. പക്ഷെ എനിക്കൊരു ധൈര്യമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പെട്ടെന്ന് ഒന്നുകൊണ്ട് പൊട്ടിത്തെറിച്ച് പോയിട്ടെങ്കിൽ പണിയിട്ടില്ല. കാരണം നമ്മള് കോഴിമുട്ടയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കുക ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു അനുഭവമൊക്കെ എനിക്കുള്ള കാരണം എനിക്ക് ധൈര്യമില്ല. പക്ഷെ ഭയങ്കര ചൂടാണ് കേട്ടോ. എനിക്ക് എന്റെ ബാക്ക് സൈഡ് എന്റെ അമ്മേ നല്ല ചൂടാണ് സൂപ്പർ ചൂടാണ്. ഇനി അവർ പറഞ്ഞ പോലെ അത് പൊട്ടിച്ചെടുക്കാൻ പറ്റും നോക്കിയോട്ടെ. സോപ്പ് അവർ പറഞ്ഞ പോലെ എൻ്റെ അമ്മയെ ചൂടുള്ള കാരണം എനിക്ക് അവർ കാണിച്ച പോലെ പഞ്ഞിയായിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാനൊക്കെ പറ്റൂട്ടാ. കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. 10 മാർക്ക് കൊടുക്കാൻ സക്സസ്ഫുൾ ആണ്. ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്താ കാര്യം എനിക്കറിയില്ല. പിന്നെ കുളിക്കാത്ത കുട്ടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ വഴികൾ ചെയ്യും. കുളിക്കാത്ത ആൾക്കാരൊക്കെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സോപ്പൊക്കെ കുളിമുറിയിൽ ദിവസം മാറ്റി വെച്ച് അവരെന്ന് കുളിച്ചോളും. അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഹാക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട്.
അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോളൂ മൈക്രോവേവ് ഓവനിലൊക്കെ വെച്ചിട്ട്. അല്ലാത്തതുകൊണ്ട് വെറുതെ സോപ്പ് ഇങ്ങനെ കിടക്കി കളണ്ട് ഇങ്ങനെയും കുഴപ്പമൊന്നും നമുക്ക് തേച്ച് കുളിക്കാവുന്നതൊക്കെയാണ്. അപ്പൊ സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ അടിപൊളി 10 മാർക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഹാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ഹാക്കിൽ ഇവരൊരു ക്ലിയർ സോപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ക്ലിയർ സോപ്പിന്റെ ഉള്ള ഒരു കളിപ്പാട്ടം വെച്ചേക്കാണ്. അപ്പൊ അതൊരു മോൾഡ് എടുത്തു, അതിനുശേഷം ഈ കളിപ്പാട്ടം ഇട്ട് കൊടുത്തു, സോപ്പ് ബേസ് ഒഴിച്ചു കൊടുത്തു, അതിനുശേഷം വേറൊരു മോൾഡ് എടുത്തു, എനിക്ക് ഇതേപോലെ സോപ്പ് ബേസ് ഒഴിച്ചു കൊടുത്തു, രണ്ടും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് തണുത്ത് തുറന്നൊക്കെ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ക്ലിയർ സോപ്പിന്റെ ഉള്ള ഒരു ക്രിസ്റ്റലിന്റെ ഉള്ളൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് നമുക്ക് കിട്ടാൻ പോണത്. അപ്പൊ ഒരു ഹാക്ക് നോക്കോട്ടോ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ഹാക്ക്. ഇത് കോഴിക്കാലം എന്നല്ല ഇത് നമ്മുടെ മാറുവിന്റെ അല്ല ദീപിയുടെ ഒരു കളിപ്പാട്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഉള്ള ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് നമ്മള് നമ്മുടെ കിൻഡർ ജോയിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഇട്ടുണ്ടായിരുന്നത്. ഒരു അതിന്റെ അമ്മേ ഇത് തുറക്കാൻ കിട്ടില്ലല്ലോ ഈശ്വര, എന്ത് ചെയ്ത് ഇങ്ങനെ തല്ലി പിടിക്കേണ്ടി വരും എനിക്ക് സംശയം. നമുക്ക് നോക്കി നോക്കാട്ടോ ഇത് എങ്ങനെ തുറക്കാൻ പറ്റുമെന്ന്. പാളി നമ്മളിത് അടച്ചു വെച്ചപ്പോഴേ എന്താ പറയാ രണ്ട് സോപ്പായിട്ട് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇവിടെ വരുത് ഇവര് തമ്മില് ഒട്ടിയില്ല അങ്ങോട്ട്, കാരണം ഈ സോപ്പ് അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് വന്നില്ല. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ സാരില്ല, നമുക്ക് ടെസ്റ്റിംഗ് ആണല്ലോ. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ എന്താ പറയാ ക്രിസ്റ്റൽ സോപ്പിന്റെ ഉള്ളിൽ നമ്മള് ഒരു ബട്ടർഫ്ലൈനെയാണ് ഇട്ടുണ്ടായിരുന്നത്. ഇതേ കണ്ടാ, പക്ഷെ ഇതിന്റെ ബാക്ക് ഭാഗം നിങ്ങൾ കണ്ടോ, അതെ ബട്ടർഫ്ലൈ കണ്ടാ. അപ്പൊ സൂപ്പർ ആയിട്ട് തന്നെ പണ്ട് സക്സസ്ഫുൾ ഹാക്ക് തന്നെയാണ്. പക്ഷെ നമ്മുടെ മൗൾഡിന്റെ പ്രശ്നമായിരുന്നു. അവർക്ക് നല്ല അടിപൊളി മൗൾഡ് ആയ കാരണം ഈസി ആയിട്ട് കിട്ടും. നമ്മുടെ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിന്റെ ആയ കാരണം നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ സക്സസ്ഫുൾ ഹാക്കാണ്. എനിക്ക് തോന്നുന്നു ഈ ബട്ടർഫ്ലൈന് തിരിച്ചിടായിരുന്നു എന്നാൽ ഒന്നും കൂടി ഭംഗിയായി കിട്ടിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തൊരു ഒരു ബൾബ് പോലെ ഉണ്ട് അല്ല, നോക്കിയാൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ബൾബാന്നല്ല വിചാരിക്കുക. വേണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ ബൾബിന്റെ LED ഇത് കുത്തി വെച്ച് നോക്കി തിളങ്ങും ചെയ്യും, അത്യാവശ്യം കുളിക്കും ചെയ്യാം, പിന്നെ ബൾബായിട്ട് യൂസ് ചെയ്യും. അപ്പൊ സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 10 മാർക്ക് കൊടുക്കാം. അപ്പൊ ഇന്നലെ നമ്മുടെ സെൽഫി സ്റ്റിക്കിന് ആ ഫോൺ വെക്കുമ്പോൾ അങ്ങനെ വഴുക്കി പോവാം. അതിന് എന്തെങ്കിലും ഒരു എന്താ പറയാ അതിന് പറ്റി എന്തെങ്കിലും ഹാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ വെച്ചാൽ ഫോൺ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒഴുകി പോരും, ഫോൺ പുറത്തേക്ക് വരും, ഇടിച്ചൊളിഞ്ഞ് വീഴും. അതുണ്ടാവണം. അത് കാരണമാണ് ഒരു ആംഗിൾ വ്യത്യാസം വന്നത്. അപ്പൊ സക്സസ്ഫുൾ ഹാക്കാണ്. നമുക്ക് ബൾബായിട്ട് യൂസ് ചെയ്യാം, പിന്നെ നമുക്ക് മെത്തി വെച്ച് കുളിക്കുകയും ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ഹാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നലെ നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ കുറച്ച് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതായിരുന്നു നമ്മുടെ സെൽഫി സ്റ്റിക്കില് നമ്മുടെ ഫോൺ ശരിക്കും ഇരിക്കണമെങ്കിൽ ഇങ്ങനെ വഴിക്ക് പോകണം. അപ്പൊ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ പോകും. പിന്നെ നമ്മൾ ഈ സംഭവം മെൽറ്റ് ചെയ്ത് നമ്മൾ അവനിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്ത് കൊണ്ടച്ച വഴിക്ക് എന്തുണ്ടാവും, നമ്മളിത് വീഡിയോ എടുക്കാൻ പോണ വഴിക്ക് എന്താ ഈ ഫോൺ അങ്ങോട്ട് വീഴാൻ പോകും. അപ്പൊ ഫോൺ വീണത് കറക്റ്റ് ആക്കുമ്പോഴേക്കും ഇത് കട്ട് ചെയ്യണ്ടാവും. അയ്യോ അങ്ങനെ ശരിക്കും എന്താ പറയാ, പിന്നെ അത് കളറിട്ട് ഇളക്കിയാലൊക്കെ വല്ല സ്ലൈം പോലെ ആവാന്നല്ലാണ്ട് എന്താ പറയാ സോപ്പ് കറക്റ്റ് ആവില്ല. അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ഹാക്സ് മുഴുവൻ ചെയ്ത് തീർത്ത്. ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ്. ശരിക്കും ഞാൻ വിഷമിച്ചു പോയി ഈ ഹാക്സ് മുഴുവൻ ചെയ്ത് തീർക്കാൻ. പക്ഷെ കഷ്ടപ്പെട്ടാലും നമുക്ക് വളരെ നല്ല അടിപൊളി റിസൾട്ട് തന്നെ വന്നിട്ട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഹാക്സും നമുക്ക് കിട്ടി. അപ്പൊ എല്ലാവരും ഹാപ്പി വിചാരിക്കണം. ഇങ്ങനത്തെ ഹാക്ക് ചെയ്ത് നല്ല ഹാപ്പി ആയിരിക്കും നമ്മള്. അപ്പൊ എല്ലാവരും പറ്റുന്ന വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾക്ക് അറിയണവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ കാണുന്നത് നമ്മുടെ അടിപൊളിയുടെ വീഡിയോസ് അവർക്ക് കാണാൻ നല്ല സന്തോഷം തോന്നുന്നു. അവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പൊ ഇങ്ങനത്തെ ഹാക്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ പിക്സ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ഇൻസ്റ്റയിൽ നമുക്ക് ഷെയർ ചെയ്യാം. പിന്നെ സന്തോഷ വാർത്ത നമുക്ക് ഇൻസ്റ്റയിൽ 1000 ഫോളോവേഴ്സ് ആയി. 1K ഫോളോവേഴ്സ് ക്രോസ് ചെയ്തു നമ്മള്. അപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇനിയും ഫോളോ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചാൽ തീർച്ചയായും ഫോളോ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻസ്റ്റ ID. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാവുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പൊ അടിപൊളി കിട്ടില്ല കമന്റ്സ് അയക്കാൻ മറക്കരുത് കേട്ടോ. ദേവനാന്ന് പറഞ്ഞൊരു മോള് ഇൻസ്റ്റയിൽ എനിക്ക് വരച്ച് സെൻഡ് ചെയ്താണ്. അടിപൊളിയായിട്ട് കേട്ടോ മോളെ, താങ്ക് യു. പിന്നെ എന്താ പറയാനുള്ള, അപ്പൊ ഇതുപോലത്തെ അടിപൊളി കിട്ടില്ല വീഡിയോസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.